ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ നേന്ത്രപ്പഴം ചേർത്ത് ചിരട്ടപ്പുട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ കറികളോ ഒന്നും ആവശ്യമില്ല. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുറച്ച് വേണം. പിന്നെ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മട്ടരിയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി തളിച്ച് ഞാൻ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചിരട്ട കഴുകിയിട്ട് അതിലാദ്യം കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കുക, കുറച്ച് പുട്ടുപൊടി കുഴച്ചത് ചേർക്കുക, അതിൻ്റെ മീതെ നേന്ത്രപ്പഴം മുറിച്ചത് ചേർക്കുക, അതിൻ്റെ മീതെ തേങ്ങ ചിരകിയത്, അങ്ങനെ ലെയറായിട്ടിട്ട് ലാസ്റ്റ് നമ്മൾ തേങ്ങ ചിരകിയത് മേളിലിട്ട് കഴിഞ്ഞ് ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാ ചിരട്ടയും ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചു. ഞാൻ വിറകടുപ്പിൽ മൺചട്ടിയിൽ നമ്മൾ നേരത്തെ ഞാൻ ഇഡ്ഡലി വേവിച്ച് ഒരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ പുട്ട് വേവിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മൺചട്ടിയിൽ വിറകടുപ്പിൽ നമ്മൾ ചിരട്ട പുട്ട് ഉണ്ടാക്കി വേവിച്ച് കഴിച്ച് നോക്ക്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. വേറെ കറികളോ വേറെ ഒന്നും ആവശ്യമില്ല. ഇത് വെറുതെ എടുത്ത് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് വേവിച്ച് നമ്മൾ ആ ചിരട്ടയിൽ നിന്ന് എടുത്ത് ചൂടോടെ തന്നെ നമ്മൾ കമഴ്ത്തിയെടുക്കുക. അപ്പം തന്നെ ചിരട്ടയിൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് റെഡിയായി, നേന്ത്രപ്പഴം പുട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.